ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. കസാക്കിസ്ഥാൻ വ്ളോഗിന്റെ പാർട്ട് 4 ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് അർബാദ് സ്ട്രീറ്റിലാണ്. അൽമാട്ടിയിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ട്രീറ്റ് ആണ് ഈ അർബാദ് സ്ട്രീറ്റ്. അർബാദ് സ്ട്രീറ്റിൽ മെയിൻ ആയിട്ട് ആൾക്കാർ വരുന്നത് ഷോപ്പിങ്ങിനും അതുപോലെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇങ്ങനെ നമുക്ക് നടക്കുമ്പോൾ തന്നെ സ്ട്രീറ്റ് മ്യൂസീഷ്യൻസ് ഉണ്ട്, അതുപോലെ ഷോപ്പിങ്ങിന് ഒരുപാട് ഷോപ്പുകളുണ്ട്. നല്ല ലക്ഷറി ബ്രാൻഡ് ഷോപ്പ് വേണമെങ്കിൽ അതുമുണ്ട്, ലോക്കൽ ബൊട്ടീക്സ്, ലോക്കൽ ഷോപ്സ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇനി നമുക്ക് ഇവരുടെ ലോക്കൽ ക്യുസൈൻ ട്രൈ ചെയ്യണമെങ്കിൽ അതും നമുക്ക് ഇവിടുന്ന് ട്രൈ ചെയ്യാം. അതുപോലെ നമുക്കൊരു കോഫി കുടിക്കാൻ തോന്നിയ നല്ല കോഫി ഷോപ്സും ഉണ്ട്. കാണാനാണെങ്കിൽ ഫൗണ്ടൻ, സ്റ്റാറ്റ്യൂസ്, മെയിൻ ആയിട്ട് ഇവിടുത്തെ എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് ഇവിടുത്തെ ആ ഒരു സ്ട്രീറ്റ് പെർഫോമൻസിനെ പറ്റിയിട്ടാണ്. ലോക്കൽ ഇന്റർനാഷണൽ ആർട്ടിസ്റ്റുകളൊക്കെ വന്നിട്ടാണ് ഇവിടുത്തെ ഈ ഒരു സ്ട്രീറ്റ് പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നത്. ഭയങ്കര ഒരു എന്താ പറയാ, വൈബ്രന്റ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ആണിത്. സത്യം പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നത് നമ്മൾ അറിയത്തേ ഇല്ല കേട്ടോ. കാരണം അവിടുത്തെ ആ ഒരു ആൾക്കാരുടെ ഒരു എനർജിയും പിന്നെ അവിടുത്തെ ആ ഒരു എന്റർടൈൻമെന്റ് തപ്പി നമ്മൾ കസാക്കിസ്ഥാനിൽ പോയാൽ വേറെ എവിടെയും പോകണ്ട, അർബാദ് സ്ട്രീറ്റിലേക്ക് മാത്രം പോയാൽ മതി. എല്ലാം കൂടെ ചേർന്നൊരു മിക്സഡ് ആയിട്ട് നമുക്ക് എല്ലാം ഒരുമിച്ച് കിട്ടുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ കുറെ നേരം നമ്മൾ അവിടെയൊക്കെ ഇരുന്നിട്ട് മെല്ലെ എഴുന്നേറ്റ് വീണ്ടും നടക്കാൻ തുടങ്ങി. നമ്മുടെ ഇസബേബിയൊക്കെ ഫുൾ ഓണാണ്. ചെറിയ പിള്ളേർക്ക് തൊട്ട് വലിയ ആൾക്കാർക്ക് വരെ ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ ഇവിടുത്തെ ആ ഒരു വൈബ് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോയപ്പം അവിടെ ഒരാൾ ഇങ്ങനെ കോട്ടൺ ക്യാൻഡി ഉണ്ടാക്കുന്ന കണ്ടു. അത് കണ്ടപ്പോ എനിക്ക് ഒരു കൗതുകം തോന്നി കേട്ടോ. കാരണം ആ ഒരു മെഷീനിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഒരു എന്തോ ഒരു ക്യൂരിയോസിറ്റി. അങ്ങനെ ഞാൻ പോയിട്ട് ഒരു കോട്ടൺ ക്യാൻഡി മേടിച്ചു കേട്ടോ. അപ്പൊ എനിക്ക് വേണ്ടി ഉണ്ടാക്കി തരാണ്. അപ്പൊ ഒരു മെഷീൻ ഉണ്ട്, ക്യാൻഡി ഉണ്ടാക്കുന്ന ഒരു മെഷീനകത്ത് ആളിങ്ങനെ ക്യാൻഡി കോരി ഒഴിച്ചിട്ട് അതിങ്ങനെ നല്ല ഇങ്ങനെ പതപതാന്നുള്ള പഞ്ഞി പോലെ ആക്കി ഇങ്ങനെ എടുക്കാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിക്കേ, എനിക്ക് കോട്ടൺ ക്യാൻഡി ഒന്നാമത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇത്രയും വലിയൊരു കോട്ടൺ ക്യാൻഡി അപ്പൊ ഞാൻ വെറുതെ വിടത്തില്ലല്ലോ. അങ്ങനെ ഇതാ ക്യാൻഡി ഒക്കെ മേടിച്ചു. അങ്ങനെ ക്യാൻഡി മേടിച്ചിട്ട് ഞാൻ ആദ്യം ഓടിച്ചെന്നത് ഇസബേബിയുടെ അടുത്താണ്. ഇസബേബിയുടെ അടുത്ത് കൊടുത്തിട്ട് ഇസബേബിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. നമ്മളെല്ലാരും ഇങ്ങനെ മാറി മാറി കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കി. സാധാരണ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ കഴിക്കാനുള്ളൊരു ത്വര ഉണ്ടാവുമല്ലോ. പക്ഷെ ഇസബേബിക്ക് അങ്ങനെയൊന്നുള്ളൊരു ഫുഡിനോട് തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പോൾ ഞങ്ങള് എല്ലാരും ഇങ്ങനെ മാറി മാറി നോക്കിയിട്ടും ഒരു പണിയും നടന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ എന്നിട്ട് ആ കോട്ടൺ ക്യാൻഡി ഒക്കെ എടുത്തിട്ട് ഇസബേബിനെ ഇങ്ങനെ കളിപ്പിക്കാനൊക്കെ നോക്കി. അങ്ങനെ കളിപ്പിച്ച് ട്രിക്ക് ചെയ്തെങ്കിലും കഴിപ്പിക്കാന്നൊക്കെ വിചാരിച്ചു, നടന്നില്ല. പിന്നെ എന്ത് ചെയ്യാനാ, ഞങ്ങൾ എല്ലാവരും കൂടി അത് ഷെയർ ചെയ്ത് കഴിച്ചു. കാരണം അത്രയും വലിയൊരു ക്യാൻഡിയാണ്, ഒരാളെ കൊണ്ട് കഴിച്ചാൽ ശരിയാവത്തില്ല. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി അത് ഷെയർ ചെയ്തൊക്കെ ഇങ്ങനെ കഴിച്ചു. അങ്ങനെ മൊത്തത്തിൽ ഞങ്ങള് അർബാദ് സ്ട്രീറ്റിലെ ആ ഒരു നൈറ്റ് ലൈഫ് കളറാക്കി. അടിപൊളിയായിട്ട് ഞങ്ങൾ അത് എൻജോയ് ചെയ്തു കേട്ടോ. അപ്പൊ ഞങ്ങള് പോയ സമയത്ത് നല്ല തണുപ്പായിരുന്നു. അപ്പൊ തണുപ്പ് കാരണം നമുക്ക് കുറെ നേരം കൂടി നിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നിക്കാൻ പറ്റിയില്ല. പിന്നെ ബാക്കി കോട്ടൺ ക്യാൻഡി എല്ലാം കൂടി ചുരുട്ടി കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കോട്ടൺ ക്യാൻഡി എല്ലാം കൂടെ കഴിച്ച് മധുരം എല്ലാം കൂടെ കഴിച്ചിട്ട് മന്ദപ്പിയായിപ്പോയി. പിന്നെ തണുപ്പും രണ്ടും കൂടി ആയപ്പോ പിന്നെ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല സത്യം പറഞ്ഞ. അങ്ങനെ ഞങ്ങൾ എല്ലാരും തിരിച്ചു പോവാന്ന് വിചാരിച്ചു. ഇനി അപ്പോ കസാക്കിസ്ഥാനിൽ വരുന്നവര് ഈ ഒരു അർബാദ് സ്ട്രീറ്റിന്റെ ആ ഒരു വൈബ് മിസ് ചെയ്യണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.